തിരുവനന്തപുരം കഴക്കൂട്ടത്തെ ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തിൽ പോലീസ് കേസെടുത്തു. ഡ്യൂട്ടി ഡോക്ടറുടെ അനാസ്ഥ എന്ന ബന്ധുക്കളുടെ പരാതിയിലാണ് കേസ്. മൃതദേഹം വിട്ടു നൽകുന്നത് വൈകിയെന്ന് ആരോപിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നിൽ ശവപ്പെട്ടിയുമായി ബന്ധുക്കൾ പ്രതിഷേധിച്ചിരുന്നു. പവിത്രയുടെ 8.5 മാസം മാത്രം പ്രായമുള്ള ഗർഭസ്ഥ ശിശു ഈ മാസം 17-നാണ് മരിച്ചത്. 24 ആണ് ആശുപത്രിയുടെ അനാസ്ഥാ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേർന്ന്. പ്രതീഷ്, അങ്ങനെ പ്രതിഷേധിക്കുന്ന സമയത്താണ് പോസ്റ്റ്മോർട്ടം നാളെയാണെന്ന് അറിയിപ്പോൾ അവരോട് പറയുന്നത്. അത് നേരത്തെ തന്നെ എത്രയായാലും ഒരു കുഞ്ഞു മരിച്ച ദമ്പതികളാണ്. അതിൻ്റെ സങ്കടം പേറി നിൽക്കുന്നവരോട് പോസ്റ്റ്മോർട്ടം നാളെയാണ് എന്നൊരു വാക്ക് നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലും ചെയ്തില്ല, അത്ര പോലും എഫർട്ട് എടുക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് പ്രതീഷ്? ഹാഷ്മി, തീർച്ചയായും. കാരണം ആശുപത്രി അധികൃതരുടെ സമീപനമാണ് ഏറ്റവും കൂടുതൽ വിമർശന വിധേയമാകുന്ന കാര്യം. കൃത്യമായ ഒരു ആശയവിനിമയം ബന്ധുക്കളുമായി നടത്തിയില്ല എന്നതാണ് ഈ പ്രതികരണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇന്ന് ഈ മൃതദേഹം വിട്ടു നൽകാത്തതിനെതിരെയായിരുന്നു ബന്ധുക്കളുടെ പ്രതിഷേധം. ഏറെ നേരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ ബന്ധുക്കൾ പ്രതിഷേധിച്ചതോടു കൂടിയാണ് ഈ മൃതദേഹം മോർച്ചറിയിലേക്ക് കൊണ്ടുവരുന്നതും ഇന്ന് ഈ നടപടിക്രമങ്ങൾ നടത്താമെന്നൊരു നിർദ്ദേശം നൽകുകയും ചെയ്തത്. പക്ഷേ പിന്നീട് തൈക്കാട് ആശുപത്രിയിലെ ചികിത്സാ രേഖകൾ വേണമെന്ന് ആവശ്യപ്പെട്ടതോടുകൂടി തന്നെ നടപടിക്രമങ്ങൾ വീണ്ടും വൈകി. പോലീസ് ഇടപെട്ട് ഈ ചികിത്സാ രേഖകൾ എത്തിച്ചതോടുകൂടി ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ പത്തോളജിക്കൽ എക്സാമിനേഷൻ നടപടികൾ തുടങ്ങിയിരുന്നു. നാളെ നടപടികൾ നടത്താമെന്നൊരു നിർദ്ദേശം ഈ ആശുപത്രി അധികൃതർ മുന്നോട്ട് വെച്ചെങ്കിലും കുടുംബം വീണ്ടും പ്രതിഷേധിച്ചതോടെയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ കുഞ്ഞിന്റെ പത്തോളജിക്കൽ എക്സാമിനേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ഇത് പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നതാണ് പ്രതീക്ഷയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അങ്ങേറ്റം സങ്കടകരമായ വേദനാജനകമായ വാർത്തയും അതിന്റെ ഫോളോ അപ്പുമാണ് ഇടവേള.